ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 145/2025 ചോദിച്ച ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാ? ആൻസർ എന്ന് പറയുന്നത് ജയതിലകാണ്. ഡോക്ടർ എ ജയതിലക്. സി ആണ് ആൻസർ. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക്. അടുത്ത ക്വസ്റ്റ്യൻ, ISROയുടെ പുതിയ ചെയർമാൻ ആരാ? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നത് എന്ന്? ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 29-നാണ് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നത്. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കഥകളി കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളി. ഓട്ടംതുള്ളൽ എന്ന് വെച്ച കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിഷുകി എന്ന് പറയുന്നത് കുമാരനാശാൻ. കൃഷ്ണഗാഥ ചെറുശ്ശേരി ആണ്. അപ്പം കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിഷുകി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക, ഈ ക്വസ്റ്റ്യൻ വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലമാണ് ആലപ്പുഴ. ഇന്ന് കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം എന്താണ്? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. 2023 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധ നാടകം രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് തജിക്കിസ്ഥാനാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതാണ്? മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. ഇത് മൂന്നും ശരിയാണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ചിപ്കില ചുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ് ശരി. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ് പർവ്വതനിരകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ഉപദ്വീപ്യൻ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഉപദ്വീപ്യൻ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 3ഉം ശരിയാണ്. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്നാണ്. ഉപദ്വീപ്യൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അപ്പോൾ ഉപദ്വീപ്യൻ നദികളുമായി ബന്ധപ്പെട്ട് ശരിയായവ എന്തൊക്കെയാണ്? നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്നാണ്. ഉപദ്വീപ്യൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡ് ആണ്. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത്ഫട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്രയിലെ റോഹം മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയെ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146 നദികളാണ്. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചർ ആണ്. താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്തത് പരുത്തിയാണ്. റാബി വിള അല്ലാത്തത്. അപ്പോൾ റാബി വിള ഏതൊക്കെയാണ്? പുകയില, കടുക്, ഗോതമ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന. ശരിയായ പ്രസ്താവന 1ഉം 2ഉം 3ഉമാണ്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കും, സതി, ശൈശവവിവാഹം എന്നിവ അവസാനിപ്പിക്കും. ഏതൊക്കെയാണ്? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കും, സതി, ശൈശവവിവാഹം എന്നിവ അവസാനിപ്പിക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്.
സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആൻസർ എന്ന് വെച്ചാൽ DK കാർവെയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരെ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. അബനീന്ദ്രനാഥ ടാഗോറാണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്. ഇന്ത്യ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത് എന്നാണ്? 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം വന്നത്. 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 1951-52 ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരൊക്കെയാണ്? ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു ആണ്. അപ്പം 3 ആൻസർ. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളുടെ കാലഗണന ക്രമത്തിൽ എഴുതുന്നത് ആദ്യം കുണ്ടറ വിളംബരം. C ആണ് ആൻസർ. കുണ്ടറ വിളംബരത്തിന് ശേഷം മലയാളി മെമ്മോറിയൽ, മാപ്പിള ലഹള, വൈക്കം സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പരിവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ ആൻസർ B ആണ്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു. 1969 ISRO രൂപീകരിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ശരിയായിട്ടുള്ളത് C ആണ് ആൻസർ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്, 4 തെറ്റാണ്. 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. കമ്മീഷന് 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86 ഭരണഘടനാ ഭേദഗതി ആണ്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ളത് എന്ന് വെച്ചാൽ 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരി. അതായത് മൗലിക അവകാശങ്ങൾ എന്താണ്? ന്യായവാദാർഹങ്ങളാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. തെറ്റായിട്ടുള്ളത് എന്ന് പറയുന്നത് 2 തെറ്റായിട്ടുള്ളത്, ബാക്കി 3 ശരിയാണ്. ഇന്ത്യൻ വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ. അപ്പം ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ. ഇന്ത്യൻ ഭരണഘടനയെ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? D ആണ് ആൻസറായിട്ട് വരുന്നത്. 2, 3 മാത്രമാണ് ശരി. 1978 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശ പട്ടിക നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ 51A സബ്സെക്ഷൻ Aയിലാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ
പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 16-ാം വകുപ്പാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ആൻസർ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് തെറ്റാണ്. ബാക്കി മൂന്നും ശരിയാണ്. സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദിയാണ് പമ്പ. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ആൻസർ പെരിയാറാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. കേരള കായിക ദിനം കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ 13-നാണ് കേരള കായിക ദിനം ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്ക്. താഴെ പറഞ്ഞ മലബാറിലെ സ്വതന്ത്ര സമരവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1936 ഇലക്ട്രിസിറ്റി സമരമാണ്. അപ്പം മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. കീഴരിയൂർ ബോംബ് കേസ്. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമലംഘന സമരം. 1932 നിവർത്തന പ്രശ്നവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചത്. കെ കേളപ്പനാണ്. അപ്പം നിവർത്തന പ്രക്ഷോഭം എന്നാണ് 1932. അതിൽ ആരൊക്കെയാണുള്ളത്? എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് വടകരയിലാണ്. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ ആണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ സി ആണ്. ബാക്കി മൂന്നും ശരിയാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കുവാനും എന്ന പ്രഖ്യാപനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായ വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? വില്യം കീലിംഗ് ആണ്. വയനാട്ടിലെ കുരിശ് കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഡി ആണ്. എല്ലാം ശരി ഉത്തരമാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടനയാണ് IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? വിറ്റാമിൻ സി. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് വെച്ചാൽ തീരപ്രദേശത്ത് മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു. രണ്ടും ശരിയാണ്. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏതാണ്? വിജാഗിരി സന്ധിയാണ്. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം കണ്ണൂരാണ്. താഴെ കൊടുത്തിരിക്കുന്ന വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തത് കോളറ, ടൈഫോയിഡ് ആണ്. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണം കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കാൻ ചോദിച്ച് നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് എ ആണ്. ബാക്കി മൂന്നും ശരിയാണ്. ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ശരിയാണ്. ലിംഫ് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഇത് മൂന്നും ശരിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം എന്ന് വെച്ചാൽ മുകളിൽ കൊടുത്തവയെല്ലാം. വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ആഴ്ചയൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? തൃതീയ ഉപഭോക്താവാണ് കഴുകൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏണസ്റ്റ് റൂദർഫോർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രസ്താവനകൾ? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി, ആട്ടത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, ആട്ടത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിയ പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ എന്ന് പറയുന്നത്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായി കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റാണ് ജൂള്. വൈദ്യുതമോട്ടറിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം ആകുന്നു. താഴെ തന്നിരിക്കുന്ന അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് വെച്ചാൽ ഉത്പാദനമാണ് ബന്ധമില്ലാത്തത്. കത്തുന്ന വാതകം ഏതാണ്? കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. താഴെ തന്നിരിക്കുന്ന മാസിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന B ആണ്. 3ഉം 4ഉമാണ്. 1ഉം 2ഉം ശരിയാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്.